എല്ലാവർക്കും ഇൻഫിനിക്സ് മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രോബ്ലം എല്ലാം എല്ലാവരും പഠിച്ചല്ലോ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് there are 4 more girls than boys. അപ്പൊ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ എന്താ? there are 4 more girls than boys. ബോയ്സ് എത്രയാണോ അതിനെക്കാട്ടി 4 കൂടുതലാണ് ഗേൾസിന്റെ എണ്ണം. പിന്നെന്താ? on a day when 8 boys were absent. 8 boys absent ആയ ദിവസം the number of girls was twice the number of boys. 8 boys absent ആയ ദിവസം number of girls എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണം എത്രയാണോ അതിന്റെ ഇരട്ടി twice ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. how many boys and girls are there in the class? അപ്പൊ ആ ക്ലാസ്സിലുള്ള ഗേൾസിന്റെയും ബോയ്സിന്റെയും എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം നമുക്ക് നമ്പർ ഓഫ് ഗേൾസിനെ നമുക്ക് എക്സ് ആക്കിയിരിക്കുന്നു, നമ്പർ ഓഫ് ബോയ്സിനെ നമുക്ക് y ആക്കി എടുക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. there are 4 more girls than boys എന്നല്ലേ? കൂടുതലാണ് ഗേൾസിന്റെ എണ്ണം ബോയ്സിനെക്കാട്ടി 4 കൂടുതലാണെന്ന് പറയുന്നത് നമ്മൾ അവിടെ എന്താ എടുക്കേണ്ടത്? ഡിഫറൻസ് ആണല്ലേ എടുക്കണ്ടേ. അപ്പോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഓൺ എ ഡേ വെൻ only 8 boys were absent. അതായത് 8 ബോയ്സ് ആബ്സെന്റ് ആയ ദിവസത്തെ കണക്കാണ് ഇനി പറയാൻ പോകുന്നത്. 8 ബോയ്സ് ആബ്സെന്റ് ആവുമ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഗേൾസിന് മാറ്റമൊന്നുമില്ല, എക്സ് തന്നെയാണ്. ഈ ദിവസം നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എത്രയാ കുറവ്? 8 കുറവാണ്. അതായത് y മൈനസ് 8 ആണ്. 8 ബോയ്സ് ആബ്സെന്റ് ആയ ദിവസത്തെ കണക്ക് മനസ്സിലായി. നമ്പർ ഓഫ് ഗേൾസ് എക്സും നമ്പർ ഓഫ് ബോയ്സ് y മൈനസ് 8. നമുക്ക് ഇതിനകത്ത് ഇക്വേഷൻ ഫോം ചെയ്യാം. ഈ 8 ബോയ്സ് ആബ്സെന്റ് ആയ ദിവസം എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ട്വൈസ് ദി നമ്പർ ഓഫ് ബോയ്സ്. അതായത് ട്വൈസ് ദി നമ്പർ ഓഫ് ബോയ്സ്. ഈ ദിവസം നമ്പർ ഓഫ് ബോയ്സ് എത്രയാ? y മൈനസ് 8. ആ ഇക്വേഷൻ എഴുതിയ മനസ്സിലായോ? 8 ബോയ്സ് ആബ്സെന്റ് ആയ ദിവസം നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ട്വൈസ് ദി നമ്പർ ഓഫ് ബോയ്സ്. ആ ദിവസം നമ്പർ ഓഫ് ബോയ്സ് എത്രയാ? y മൈനസ് 8. ഇത് നമുക്കിനി ഇക്വേഷൻ സോൾവ് ചെയ്യത്തക്ക രീതിയിൽ ഫ്രെയിം ചെയ്തെടുക്കാം. എക്സ് ഈസ് ഇക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2y മൈനസ് 2 into 8. ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. 2 into 8 16. ഇനി ഈ മൈനസ് പ്ലസ് 2y ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് 2y ആകും. എക്സ് മൈനസ് 2y ഈക്വൽ ടു മൈനസ് 16. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനെയും കൂടി സോൾവ് ചെയ്യാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്നും അതുപോലെ എക്സ് മൈനസ് 2y ഈക്വൽ ടു മൈനസ് 16 എന്നുമുള്ള രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇത് സോൾവ് ചെയ്യാമല്ലോ. ഇവിടെ രണ്ടിടത്തും എക്സ് ഉണ്ട്. സൈൻ നമുക്ക് ചേഞ്ച് ചെയ്യണം, കാരണം രണ്ടും പോസിറ്റീവ് ആയി. ഇത് മൈനസ് ആകും, ഇത് പ്ലസ് ആകും, ഇതും പ്ലസ് ആകും. മൈനസ് പ്ലസ് ആയി, മൈനസ് പ്ലസ് ആയി, പ്ലസ് മൈനസ് ആയി. ഇനി പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആകാം. ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു മൈനസ് വൈ ആണ് കിടക്കുന്നത്. വെറും വൈ എന്ന് എഴുതരുത്. ഇവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് ആ മൈനസ് എഴുതുക, മൈനസ് വൈ. പിന്നെ 2y സൈൻ എന്താ? പ്ലസ് ആക്കി, മൈനസ് വൈ പ്ലസ് 2y ഈക്വൽ ടു 4 പ്ലസ് 16 എന്ന് കിട്ടി. മൈനസ് വൈ പ്ലസ് 2y എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. y ഈക്വൽ ടു 20. അപ്പോ നമ്പർ ഓഫ് ബോയ്സിന്റെ എണ്ണം നമുക്ക് കിട്ടി 20 എന്ന് കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കണമല്ലോ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. അതായത് എക്സ് മൈനസ് വൈയുടെ വാല്യൂ 20 ഈക്വൽ ടു 4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 20 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 20 ഈക്വൽ ടു 24. അപ്പൊ എക്സിന്റെ വാല്യൂ 24. അതായത് നമ്പർ ഓഫ് ഗേൾസ് എത്രയാ? 24. ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് എത്രയാ? 20. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ മോഡലിൽ ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/3. അതായത് ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ആ ഫ്രാക്ഷനെ നമ്മൾ x by y ആയിട്ട് എടുത്തു. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്?
സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ. അതായത് ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ എത്ര കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നേ? 1/3. മനസ്സിലായോ? ആദ്യത്തെ ആ ഒരു സെന്റൻസിനെ ഇക്വേഷൻ ആക്കി എഴുതിയൊക്കെയാണ്. ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1/3 കിട്ടുമെന്ന് പറഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എന്താ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഫ്രാക്ഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്? ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാണ് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു y ഇൻറ്റു 1. y ഇൻറ്റു 1 എന്ന് പറയുന്നത് y തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3x പ്ലസ് 3 ഇൻറ്റു 1 3 ഈക്വൽ ടു y എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലും ഇരിക്കണം, നമ്പേഴ്സ് എല്ലാം അപ്പുറത്തെ സൈഡിലും പോകണം. വൈനെ ഇങ്ങോട്ടും കൊണ്ടുവരണം, 3നെ അപ്പുറത്തോട്ടും കൊണ്ടുപോകണം. 3x പ്ലസ് y ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് y ഈക്വൽ ടു പ്ലസ് 3 അപ്പുറത്ത് പോകുമ്പോൾ -3. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. മനസ്സിലായി ഇക്വേഷൻ ഫോം ചെയ്തെടുത്തത്? ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ഇൻസ്റ്റെഡ് 1 is added to denominator and simplified, it becomes 1/4. അതായത് എന്താ, ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിലാണ് 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്? 1/4. മനസ്സിലായോ? ഇൻസ്റ്റെഡ് 1 is added to the denominator. ഡിനോമിനേറ്ററിലാണ് ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1/4 കിട്ടും. ഇതേപോലെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. x ഇൻറ്റു 4 4x ഈക്വൽ ടു y പ്ലസ് 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് y പ്ലസ് 1 തന്നെ. ഇനി നമുക്ക് y-നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. പ്ലസ് y ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് y, 4x മൈനസ് y ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്തെടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ എന്താ? 3x മൈനസ് y ഈക്വൽ ടു -3 അല്ലെ? 3x മൈനസ് y ഈക്വൽ ടു -3. അടുത്തത് 4x മൈനസ് y ഈക്വൽ ടു 1. ഇതാണ് നമുക്കുള്ള രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈൻ മാറ്റണം. വൈയും വൈയും ഉണ്ട്, പക്ഷെ സെയിം സൈൻ ആവും. സോ നമുക്ക് സൈൻ എല്ലാം ചേഞ്ച് ചെയ്യണം. ഇത് മൈനസ് ആകും, ഇത് പ്ലസ് ആകും, ഇത് മൈനസ് ആകും. -y പ്ലസ് y ക്യാൻസൽ ആയി. ബാലൻസ് എന്താ ഉള്ളത്? 3x മൈനസ് 4x. 3x മൈനസ് 4x ഇസ് ഈക്വൽ ടു -3 മൈനസ് 1. -3 മൈനസ് 1. 3x മൈനസ് 4x എന്താ? -x. -x ഇസ് ഈക്വൽ ടു -4. -x ഇസ് ഈക്വൽ ടു -4 ആണെങ്കിൽ x എന്തായിരിക്കും? x ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1 എന്ത് വരും? 3x മൈനസ് y ഈക്വൽ ടു -3 ആണ്. 3 ഇൻറ്റു 4 മൈനസ് y ഈക്വൽ ടു -3. 3 4s are 12. 12 മൈനസ് y ഈക്വൽ ടു -3. ഇനി പ്ലസ് 12നെ അപ്പുറത്തുണ്ട്, ഇവിടെ -y കിടപ്പുണ്ട്. അപ്പൊ -y ഇസ് ഈക്വൽ ടു -3 മൈനസ് 12 ഇസ് ഈക്വൽ ടു -15. -y ആണ് -15. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ? 15 ആണ്. അപ്പോ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടി. നമ്മൾ എക്സിന്റെയും വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണോ പറഞ്ഞേ? അല്ല, ഫ്രാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y ആയിട്ട് എടുത്തു. എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 15. സോ ദ റിക്വയർഡ് ഫ്രാക്ഷൻ ഈസ് 4/5. 4/5 ആണ് നമുക്ക് ആവശ്യമുള്ള ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിലൊക്കെ പറയുന്ന കേട്ടില്ലേ, നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി കുറച്ച് പൈസ നിക്ഷേപിക്കാം, ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടില്ലേ, നമുക്ക് ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുക്കാം, ഇങ്ങനെ കേട്ടിട്ടില്ലേ? എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൂടാതെ നമുക്ക് അതിന്റെ കൂടെ പലിശയും കിട്ടും. അതേപോലെ ബാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ബോറോ ചെയ്ത് ഇങ്ങോട്ട് എടുത്താൽ, ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? നമ്മൾ എടുത്ത പൈസ കൂടാതെ ബാങ്കിന് അങ്ങോട്ട് എന്ത് കൊടുക്കണം? അതിന്റെ കൂടെ പലിശയും കൊടുക്കണം. അപ്പൊ ആ പലിശ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്? I is equal to PNR/100. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ അടുത്ത പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. I is equal to PNR/100. അവിടെ P എന്ന് പറയുന്നത് എന്താണ്?
പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ കൊണ്ടു ചെന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത പൈസ, അതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ആൻഡ് എൻ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷത്തേക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെയാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആർ എന്ന് പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓരോ ബാങ്കിനും അതിൻ്റെതായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ചുരുക്കം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇത് മാത്രം നോക്കിയാൽ മതി. ഐ ഈസ് ഈക്വൽ ടു PNR by 100. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇതറിയാം എങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐ ഈസ് ഈക്വൽ ടു PNR by 100 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. നോക്കിക്കേ, എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes. അതായത് ഒരാളുടെ കയ്യിൽ 1 lakh rupees ഉണ്ട്. ഈ 1 lakh rupees അയാൾ എന്ത് ചെയ്തു? 2 സ്കീമിലായിട്ട്, 2 ബാങ്ക് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി, 2 സ്കീമിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര? 1 lakh rupees ഉണ്ട്. അത് അയാൾ എന്ത് ചെയ്തു? കുറച്ച് പൈസ എടുത്ത് ഒരു സ്കീമിലും ഡെപ്പോസിറ്റ് ചെയ്തു, കുറച്ച് പൈസ എടുത്ത് വേറെ സ്കീം നമ്പർ 2ലും ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോ ആദ്യത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിനെ നമ്മൾ എക്സ് ആയിട്ടും രണ്ടാമത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ വൈ ആയിട്ടും എടുക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? 1 lakh rupees അയാൾ എന്ത് ചെയ്തു? 2 സ്കീമിൽ കുറച്ച് പൈസ എടുത്ത് സ്കീം 1ൽ ഡെപ്പോസിറ്റ് ചെയ്തു, കുറച്ച് പൈസ എടുത്ത് സ്കീം 2ലും ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഡെപ്പോസിറ്റ് ചെയ്ത P1 നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, P2 നമ്മൾ വൈ ആയിട്ടും എടുത്തു. പിന്നെ എന്താ പറഞ്ഞേ? വിത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് 7% ആൻഡ് 6%. രണ്ട് ഓരോ ബാങ്കിലെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയെന്നാ തന്നിരിക്കുന്നത്? ആദ്യത്തെ ബാങ്കില് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7%ഉം രണ്ടാമത്തെ ബാങ്കില് എത്രയാണ്? 6%ഉം ആണ്. ആഫ്റ്റർ 1 year they got 6,750 rupees as interest from both of these together. ഒരു വർഷം കഴിഞ്ഞിട്ട്, അപ്പോ N1ഉം N2 എന്താ? 1 തന്നെയാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും 2 സ്കീമിൽ നിന്നും കൂടി അല്ലെ എത്ര രൂപ കിട്ടി? 6,750. അതായത് ഈ സ്കീമിൽ ഇൻട്രസ്റ്റ് I1ഉം ഈ സ്കീമിൽ ഇൻട്രസ്റ്റ് I2 ആണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന് അയാൾക്ക് എത്ര രൂപയാ കിട്ടിയത്? 6,750. ഇത് രണ്ടും കൂടി ചേർത്ത്, I1ഉം I2 എത്രയാണ് തന്നിട്ടില്ല, ഇത് രണ്ടും കൂടി ചേർത്താണ് അയാൾക്ക് എത്ര രൂപ കിട്ടിയത്? 6,750 rupees കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അയാള് ഓരോ സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഒരാളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 1 lakh rupees ഉണ്ടായിരുന്നു. ഈ 1 lakh rupees അയാൾ കുറച്ച് പൈസ എടുത്ത് സ്കീം 1ലും ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് പൈസ എടുത്ത് അയാൾ സ്കീം 2ലും ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത P1 എന്ന് പറയുന്ന എക്സ് ആയിട്ട് എടുത്തു, P2 എന്ന് പറയുന്ന രണ്ടാമത്തേൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അത് എത്രയായിട്ട് എടുത്തു? വൈ ആയിട്ടും എടുത്തു. ഇനി ആദ്യത്തെ സ്കീമിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7% ആണ്. സോ R1 ഈസ് ഈക്വൽ ടു 7%. ആൻഡ് രണ്ടാമത്തതിൽ എത്രയാണ് തന്നിട്ടുണ്ട്? 6%. സോ R2 എന്ന് പറയുന്നത് 6%. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ രണ്ടിടത്തും എന്താണ്? N1ഉം N2ഉം 1 ആണ്. ഒരു വർഷം കഴിയുമ്പോൾ എന്താ? 2 സ്കീമിൽ നിന്നും കൂടി അയാൾക്ക് 6,750 rupees ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അതായത് ഇത് I1ഉം ഇവിടുത്തെ ഇൻട്രസ്റ്റ് I2 ആണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് I1ഉം I2 കൂടി ചേർത്ത് I1 പ്ലസ് I2 അയാൾക്ക് എത്ര കിട്ടി? 6,750 കിട്ടി. സോ അയാള് എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഈ എക്സും വൈയും ഓരോ സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയെങ്കിൽ നമുക്കിനി ആൻസറിലോട്ട് പോകും. ഇത്രയും ഡേറ്റയിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തെടുക്കണം. എങ്ങനെയാണ് അത് ഫോം ചെയ്തെടുക്കുന്നത് നോക്കാം. ഓക്കെ, ഈ എക്സും വൈയും കൂടെ കൂട്ടി എത്ര കിട്ടും? 1 lakh കിട്ടത്തില്ലേ? കാരണം എന്താ? ഈ 1 lakh rupeesനെയാണ് നമ്മൾ 2 സ്കീമിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ ഈ എമൗണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 lakh rupees കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയും നമുക്ക് എഴുതാം? 1 lakh എന്ന് എഴുതാം അല്ലേ? അത് ഇക്വേഷൻ നമ്പർ 1. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. എന്താ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 lakh എന്ന് കിട്ടി. മനസ്സിലായല്ലോ ആ ഒരു ഐഡിയ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 lakh കിട്ടും. കാരണം 1 lakhനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 സ്കീമിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, നമ്മളിത് തന്നിട്ടുണ്ട്. ഈ I1ഉം I2ഉം കൂടി ചേർത്ത് എത്ര രൂപയാ കിട്ടിയ? 6,750 അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം I1
പ്ലസ് I2 ഈക്വൽ ടു 6750. ഇതിനകത്ത് എക്സും വൈ ഒന്നും ഇല്ലല്ലോ, അപ്പൊ എക്സ് വൈ നമുക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഐയുടെ ഇക്വേഷൻ എന്താ, PNR/100. ഇവിടെ I1 ആയതുകൊണ്ട് നമുക്ക് ഈ I1ന് പകരം എന്ത് എഴുതാം, P1 N1 R1 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇനി I2ന് പകരം എന്ത് എഴുതാം, P2 N2 R2 ഡിവൈഡഡ് ബൈ 100. മനസ്സിലായോ എങ്ങനെയെന്ന്? ഐയുടെ ഇക്വേഷൻ ആണ് PNR/100. ഇവിടെ I1ഉം I2 ഉണ്ടായതുകൊണ്ട് നമ്മൾ I1ന് പകരം P1 N1 R1 by 100 എന്ന് എഴുതി. I2ന് പകരം P2 N2 R2 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. അത് 6750. ഓക്കെ, ഇനി അടുത്തത് ഓരോ വാല്യൂസും കൊടുക്കുക. P1 എന്താ, P1 എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഇൻറ്റു N1 എന്ന് പറയുന്നത് എത്രയാ, 1 ഇൻറ്റു R1 എന്ന് പറയുന്നത് എത്രയാ, 7 ഡിവൈഡഡ് ബൈ 100 പ്ലസ് P2 എന്ന് പറയുന്നത് y ഇൻറ്റു N2 എന്ന് പറയുന്നത് 1 ഇൻറ്റു R2 എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 100 is equal to 6750. ഇനി ഇതെല്ലാം കൂടി സോൾവ് ചെയ്യുമ്പോൾ 7x by 100 പ്ലസ് 6y by 100 is equal to 6750 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണല്ലോ. സോ നമുക്ക് ഡിനോമിനേറ്ററിൽ 100 എഴുതിയിട്ട് ന്യൂമറേറ്ററിനെ രണ്ടും ആഡ് ചെയ്യാം. 7x പ്ലസ് 6y ഈക്വൽ ടു 6750. ഇനി ഈ 100നെ നമുക്ക് ഡിവൈഡഡ് ബൈ 100 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 100 ആവും. അപ്പോൾ 7x പ്ലസ് 6y is equal to 6750 into 100. That is 7x plus 6y is equal to 675. മനസ്സിലായോ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. രണ്ട് ഇക്വേഷൻ നമുക്കിപ്പോ കിട്ടി അല്ലേ? ഇക്വേഷൻ ഫോം ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി അതൊന്ന് പ്ലേ ചെയ്ത് കണ്ടാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഇത്, സെക്കൻഡ് ഇക്വേഷൻ ഇത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തെടുത്തു. ഇനി ഇത് എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഇനി നമുക്ക് ഇക്വേഷൻ മാത്രമായിട്ട് എഴുതിയിട്ട് അതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇക്വേഷൻ മനസ്സിലായല്ലോ, ഈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 ലാഖും പിന്നെ ഇതുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെ ഇനി സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ നമ്മൾ ഫോം ചെയ്തെടുത്ത ഇക്വേഷൻസ് മാത്രമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാ സോൾവ് ചെയ്യുന്നത് നോക്കാം. x plus y is equal to 1 lakh, 7x plus 6y is equal to 6,75,000. അങ്ങനെയുള്ള രണ്ട് ഇക്വേഷൻ ആണ് കിട്ടിയത്. കോഎഫിഷ്യന്റ് ഈക്വൽ അല്ലല്ലോ, അപ്പൊ നമുക്ക് ഈക്വൽ ആക്കണം. ഇവിടെ എക്സിന്റെ കൂടെ ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7x കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ നമ്പർ 1നെ മൊത്തത്തിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എല്ലാത്തിനെയും ഒന്നുകൂടി റീറൈറ്റ് ചെയ്യണം. അതായത് 7x പ്ലസ് 1 into 7, 7y is equal to 1 lakh into 7 എന്ന് പറയുമ്പോൾ 7 lakh വരും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ എടുത്തെഴുതുക. 7x plus 6y equal to 6,75,000. സോ നമുക്ക് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി ഇതിനെ രണ്ടിനെയും കൂടി സോൾവ് ചെയ്യാം. സൈൻ മാറ്റുക. പ്ലസ് 7xും മൈനസ് 7xും ക്യാൻസൽ ആയി പോയി. ഇനി അടുത്ത് ഇവിടെ എന്തുണ്ട്, 7y മൈനസ് 6y ഇസ് ഇക്വൽ ടു എത്രയെന്ന് കിട്ടും, 25,000 എന്ന് കിട്ടും. 6y ആണ്. ഓക്കെ, 7y മൈനസ് 6y എന്ന് പറയുന്നത് എത്രയാണ്, y. സോ y ഇസ് ഇക്വൽ ടു 25,000 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സും കണ്ടുപിടിക്കണമല്ലോ. അതായത് രണ്ടാമത്തെ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ y എന്ന് പറയുന്നത് എത്രയാണ്, 25,000 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1, അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 lakh ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ 25,000 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 1 lakh മൈനസ് 25,000 അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 25,000, അതായത് 75,000 എന്ന് കിട്ടി. അപ്പോ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം എത്രയാ, എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം എത്രയാ, എക്സ് അല്ലേ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം എക്സ് എന്ന് പറയുന്നത് ₹75,000. ഇനി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സെക്കൻഡ് സ്കീം
amount invested in second scheme. എത്രയാ? y ആണ്. y എത്രയെന്ന് നമുക്ക് കിട്ടിയത്? 25,000 ഈസ് ഈക്വൽ ടു റുപ്പീസ് 25,000. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാനുണ്ട്. നിങ്ങൾ വീഡിയോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇട്ട് കാണും, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ ഫിസിക്സിനൊക്കെ കാണുന്ന പോലെ ഉണ്ട് അല്ലെ, സ്പീഡ്, ടൈം അങ്ങനെയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ആണ്. ആൻ ഒബ്ജെക്ട് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഒരു ഒബ്ജക്ട് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ട്രാവൽ ചെയ്യാണ്, അതിന്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണ്? u മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് a മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയാണ്? a മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ സ്പീഡ് അറ്റ് ടൈം t ഈസ് u പ്ലസ് എ ടി. അതായത് സ്പീഡിന്റെ ആ ഒരു ഇക്വേഷൻ തന്നേക്കുന്ന സ്പീഡ് ഈസ് ഈക്വൽ ടു u പ്ലസ് എ ടി. സ്പീഡ് അറ്റ് 1 സെക്കൻഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 1 സെക്കൻഡിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 സെക്കൻഡിലുള്ള സ്പീഡ് എത്രയാണ്? 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ്? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, അതായത് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനും തന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്താണെന്ന്, സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്താ? യു. അപ്പോ എയും യുവും എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിംഗ് സ്പീഡിനെ നമ്മൾ യു എന്ന് ഡിനോട്ട് ചെയ്തു. റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ് എ. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സിനും വൈക്കും പകരം യുവും എയും വന്നേക്കുന്നതേ ഉള്ളൂ. ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സ്പീഡ് എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് എന്താ? വെൻ ടി ഈസ് ഈക്വൽ ടു 1, അതായത് 1 സെക്കൻഡിലുള്ള സ്പീഡ് എത്രയാണെന്ന് തന്നേക്കുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ടി 1 ആകുമ്പോൾ എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ അതായത് ടി 1 ആകുമ്പോൾ എസ് 5 ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ എവിടെ കൊടുക്കുക? അതായത് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ 1 എങ്ങനെയാവും? 1 ബിക്കംസ് എസിന് പകരം 5 കൊടുക്കുക. 5 ഈക്വൽ ടു യു എന്താണെന്ന് നമുക്കറിയില്ല, അപ്പൊ അതേപോലെ എഴുതി. എ എന്താണെന്നും നമുക്കറിയില്ല, അതേപോലെ എഴുതി. ടി എത്രയാ? 1 ഇൻറ്റു 1. അപ്പൊ 5 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ എന്ന് കിട്ടി. അതായത് യു പ്ലസ് എ ഈക്വൽ ടു 5. അത് ഇക്വേഷൻ നമ്പർ 2 ആക്കി എടുത്തു. നമ്മളിവിടെ ഒരു ഇത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ല, സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഇനി ഫോം ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, യു പ്ലസ് എ ഈക്വൽ ടു 5. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ പറഞ്ഞേക്കുന്നത് എന്താ? ഓക്കെ, അറ്റ് ടി ഇസ് ഈക്വൽ ടു 5 ആകുമ്പോൾ സ്പീഡ് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 5 ആകുമ്പോൾ സ്പീഡ് 13 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ 1 എങ്ങനെയാവും? 1 ബിക്കംസ് എസിന് പകരം 13. 13 is equal to u plus u അറിഞ്ഞൂടാ, എയും അറിഞ്ഞൂടാ. a into 5 അല്ലേ? അപ്പോ 13 is equal to u plus 5a. അപ്പോ u plus 5a equal to 13. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഓക്കെ, u plus a is equal to 5, u plus 5a is equal to 13. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. എക്സിനും വൈക്കും പകരം നമുക്ക് അവിടെ യുവും എയും വന്നേ ഉള്ളൂ. സോൾവ് ചെയ്യുന്നതെല്ലാം ഒരേ രീതിയിലാണ്. നോക്കാം എങ്ങനെയാണ്. യു പ്ലസ് എ ഈക്വൽ ടു 5ഉം യു പ്ലസ് 5a ഈക്വൽ ടു 13ഉം സൈൻ ചേഞ്ച് ചെയ്യാമല്ലോ. ഈ രണ്ട് ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യുന്നത്. പ്ലസ് യു മൈനസ് യു ക്യാൻസൽ. എ മൈനസ് 5a എന്ന് പറയുന്നത് 5 മൈനസ് 4 മൈനസ് 4a ഈക്വൽ ടു -8 എന്ന് കിട്ടി. അതായത് a ഈക്വൽ ടു -8 ഡിവൈഡഡ് ബൈ -4 ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. അതിൽ നിന്ന് യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. യു പ്ലസ് എ ഈക്വൽ ടു 5 ആണ്. യു പ്ലസ് 2 ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു 5 മൈനസ് 2 ഈക്വൽ ടു 3. അങ്ങനെ നമുക്ക് യുവിന്റെ വാല്യൂവും എയുടെ വാല്യൂവും കിട്ടി. ലാസ്റ്റ് എടുത്ത് എഴുതുക. സ്റ്റാർട്ടിംഗ് സ്പീഡ് യു ഈക്വൽ ടു 3 ആൻഡ് റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസും നമുക്ക് കിട്ടി.
അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയുള്ള ക്ലാസ്സസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.